Assalamualaikum, welcome back to my YouTube channel. Hope you all guys are fine and good. അപ്പോൾ എല്ലാവരും ആരോഗ്യത്തോടെയും സന്തോഷത്തോടെ ഒക്കെ ഇരിക്കാന്ന് വിശ്വസിക്കുകയാണ്. അപ്പോൾ മഴയാണ്, വെള്ളം കുടിക്കാൻ എല്ലാവർക്കും മടിയുണ്ടാകും. മൂത്രയിക്കുന്നത് പേടിച്ചിട്ട് ആരും വെള്ളം കുടിക്കാതിരിക്കരുത്. വെള്ളം നല്ലപോലെ ഇൻടേക്ക് എടുക്കുക. യൂറിൻ അതുപോലെ തന്നെ പാസ് ചെയ്ത് പോയാലും നിങ്ങൾ എത്രത്തോളം ഹൈഡ്രേറ്റഡ് ആയി നിൽക്കുന്നോ അത്രയും നിങ്ങൾക്ക് സ്കിൻ ആൻഡ് ഹെയറിന് ഹെൽത്തി ആയിട്ട് ഉണ്ടാകും. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ നിങ്ങൾ തമ്പനയിൽ കണ്ടിട്ടുണ്ടാവും. മാർവാസിന്റെ ഫേസ് ബ്രൈറ്റനിങ് ക്രീം എങ്ങനെയൊക്കെയാണ് യൂസ് ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് ഇൻഗ്രീഡിയൻസ്, വില എത്രയാണ്, എത്ര വയസ്സ് മുതലുള്ള കുഞ്ഞുങ്ങൾക്ക് യൂസ് ചെയ്യാം, എന്താണ് കെമിക്കൽസ് ഉണ്ടോ, അങ്ങനെ ഒരുപാട് എൻക്വയറീസ് വരുന്നുണ്ട്. അപ്പൊ അതിനെ കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽ വീഡിയോ ആണ്. അപ്പൊ കഴിയുന്നത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. സോ ലെറ്റ്സ് സ്റ്റാർട്ട് ദ വീഡിയോ. ഇതില് നമുക്ക് മെയിൻ ആയിട്ട് ഇതിന്റെ യൂസേജ് ഞാൻ പറയാം. കുറെ പേര് ചോദിക്കുന്നുണ്ട്, ഞാൻ സിറം യൂസ് ചെയ്യുന്നുണ്ട് ഇത്ത. അപ്പൊ സിറം യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നൈറ്റാണ് യൂസ് ചെയ്യുന്നത്. കാരണം സിറം ഞാൻ നൈറ്റ് തേച്ചിട്ട് കിടക്കാനാണ് പറയുന്നത്. അപ്പൊ ഇതെങ്ങനെ നൈറ്റ് യൂസ് ചെയ്യാം, അപ്പൊ സിറം പകലും ഇത് നൈറ്റ് യൂസ് ചെയ്യാമോ എന്ന് ചോദിക്കുന്നവര്, നിങ്ങൾക്ക് സിറം കംഫർട്ടബിൾ ആണ്, സിറം നിങ്ങൾക്ക് ബ്രൈറ്റ്നസ് തരുന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് തന്നെ ഫോളോ ചെയ്യുക. അല്ല നിങ്ങൾക്ക് ക്രീം വാങ്ങാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ സിറം നിങ്ങൾ ഈവനിങ്ങോ പകലോ ഹാഫ് ആൻ അവർ അല്ലെങ്കിൽ 1 അവർ തേച്ചിട്ട് കഴുകി കളയുന്നിട്ട് രാത്രി ക്രീം തേച്ചിട്ട് കിടക്കുക. ഒരിക്കലും ഈ ക്രീം തേച്ച് പുറത്തു പോകാനുള്ളതല്ല, നിങ്ങൾ തേച്ചിട്ട് നൈറ്റ് യൂസേജിന് വരുന്ന ക്രീമാണ്. ഓക്കെ, പിന്നെ ഇത് അപ്ലൈ ചെയ്യുന്ന സമയത്ത് വളരെ കുറഞ്ഞ ക്വാണ്ടിറ്റി അപ്ലൈ ചെയ്തിട്ട് നിങ്ങൾ നെക്കിലും നല്ലപോലെ ഫേസ് വാഷ് ചെയ്യുക. എന്നിട്ട് ഫേസിലും നെക്കിലും നല്ല രീതിയിൽ അപ്ലൈ ചെയ്തിട്ട് കിടക്കുക. അത് ഒരുപാട് എടുത്ത് തിക്കായിട്ടുള്ള ഫോമിൽ അപ്ലൈ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ഇപ്പൊ ഒരു 20 ദിവസം അല്ലെങ്കിൽ ഒരു മാസം അടുപ്പിച്ച് തേച്ചതിന് ശേഷം നിങ്ങളുടെ ചേഞ്ചിനനുസരിച്ച് പിന്നെ നിങ്ങൾക്ക് ഒരു ദിവസം ഇടവിട്ട് അപ്ലൈ ചെയ്താലും മതിയാകും. ഓക്കെ, പിന്നെ ഇതിൽ വരുന്ന ഇൻഗ്രീഡിയൻസ്, ഇത് ക്രീമി ടെക്സ്ചറിൽ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എമൽസിഫൈയിങ് വാക്സ് നമ്മൾ ചേർക്കുന്നുണ്ട്. ഇപ്പൊ ക്രീം, മോയ്സ്ചറൈസർ അങ്ങനെയൊക്കെ ഉള്ളത് നമ്മളൊരു ലോഷൻ ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്ന ഒരു ബേസ് വാക്സ് ആണ് എമൽസിഫൈയിങ് വാക്സ്. ഏത് കോസ്മെറ്റിക്സ് അങ്ങനത്തെ ഒക്കെ നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതിന്റെ ബേസ് ആയിട്ട് യൂസ് ചെയ്യുന്നതാണ്. പിന്നെ മെയിൻ ഇൻഗ്രീഡിയന്റ് ആയിട്ട് വരുന്നത് മാർവാസിന്റെ ഫേസ് ബ്രൈറ്റനിങ് ഓയിൽ. അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി തന്നെ നമ്മൾ ഫേസ് ബ്രൈറ്റനിങ് ഓയിൽ ഈ ക്രീം ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ എടുക്കുന്നുണ്ട്. നമ്മൾ കുറഞ്ഞപ്പോൾ ഒരു 1/2 ലിറ്റർ ഫേസ് ഓയിൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്കൊരു 20 ബോട്ടിൽ അല്ലെങ്കിൽ 18 ബോട്ടിലൊക്കെ നമുക്ക് ക്രീം കിട്ടുള്ളൂ. പിന്നെ അതുപോലെ തന്നെ ഒറിജിനൽ കസ്തൂരി മഞ്ഞൾ നമ്മൾ ഇതിൽ ആഡ് ആക്കുന്നുണ്ട്. പ്ലസ് നമ്മൾ ഇതിൽ ഗ്ലിസറിന്, അതുപോലെ തന്നെ എന്താണ് കുങ്കുമം, കശ്മീരി കുങ്കുമം, അങ്ങനെയുള്ള ഇൻഗ്രീഡിയൻസ്, ഷിയ ബട്ടർ, ബീസ് വാക്സ്, ഇതുപോലെ നിങ്ങൾക്ക്, അതായത് ഇത് യൂസ് ചെയ്യുമ്പം നിങ്ങൾക്ക് കിട്ടുന്ന റിസൾട്ട് ഞാൻ ഫസ്റ്റ് പറഞ്ഞത്, നിങ്ങൾക്ക് സ്മൂത്ത് ആകാൻ തുടങ്ങും ഫേസ്. പ്ലസ് നിങ്ങൾക്ക് വരുന്ന ഈ ചുളിവുകൾ മാറാനും, പെട്ടെന്ന് ചുളിവുകൾ വരുന്ന ഫേസ് ഉണ്ടാകും, അത് മാറി കിട്ടാനും, അതുപോലെ തന്നെ ക്ലീൻ ആൻഡ് ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് കളർ വെക്കാനും ഹെൽപ്പ് ചെയ്യുന്നതാണ് മാർവാസിന്റെ ഫേസ് ബ്രൈറ്റനിങ് ക്രീം. പിന്നെ കുറെ ആൾക്കാർ ചോദിക്കുന്നുണ്ട്, ക്രീം അല്ലേ ഇത്ത, രാത്രി കിടക്കുമ്പോൾ തേക്കുന്നല്ലേ നല്ല പോലെ വെളുക്കോ എന്ന് ചോദിക്കുന്നവരോട്, അങ്ങനെ ഉദ്ദേശിച്ചിട്ടാണെന്നുണ്ടെങ്കിൽ മാർവാസിന്റെ ഒരു പ്രോഡക്റ്റും നമ്മൾ എൻകറേജ് ചെയ്യില്ല. നിങ്ങൾക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ഷെയ്ഡ് ഇമ്പ്രൂവ് ആകും. ചിലർ 6 മന്ത് അല്ലെങ്കിൽ 8 മാസം 10 മാസം കണ്ടിന്യൂസ് ആയിട്ട് ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്യുമ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ നിങ്ങൾക്ക് നാച്ചുറലി ഉള്ള ഗ്ലോ ആണ് വരിക. വെളുത്തിട്ട് പറഞ്ഞുള്ള ഒരു ഇതല്ല, കൈപ്പാശ അടിച്ച പോലെയല്ല, പക്ഷെ നിങ്ങൾ നാച്ചുറലി നിങ്ങൾ വെളുത്ത പോലെയാണ് നിങ്ങൾക്കത് ഫീൽ ചെയ്യുക. അങ്ങനെയാണ് നമ്മുടെ മാർവാസിന്റെ നാച്ചുറൽ പ്രോഡക്ട്സ് യൂസ് ചെയ്യുമ്പോൾ റിസൾട്ട് കിട്ടുക. ഞാൻ കസ്റ്റമേഴ്സിന്റെ റിവ്യൂ ഒന്നും ഇതിൽ ഞാൻ ഇടുന്നില്ല. നിങ്ങൾക്ക് താഴെ എന്റെ പ്രോഡക്റ്റ്, മറ്റുള്ള പ്രോഡക്ട്സ് ആയാലും ചിലപ്പോൾ ഇത് യൂസ് ചെയ്യുന്നവരും ഉണ്ടാകും, അത് യൂസ് ചെയ്യുന്നവരായാലും റിസൾട്ട് എന്താണോ താഴെ ഇടുക. കാരണം ഇപ്പോൾ ഓൾമോസ്റ്റ് ഫസ്റ്റ് ബാച്ച് ഒക്കെ ഓൾമോസ്റ്റ് കുറെ കസ്റ്റമേഴ്സിന് പോയിട്ടുണ്ട്. ഓക്കെ, പിന്നെ ഇത് തേച്ചാൽ കുരു വരുമോ എന്ന് ചോദിക്കുന്നവരോട്, ഇപ്പൊ ഒരുപാട് കസ്റ്റമേഴ്സ് എനിക്ക് ഫേസ് ഓയിൽ തേച്ചിട്ട് ഓയിൽ ടെക്സ്ചർ ഫേസിൽ തട്ടിക്കഴിഞ്ഞാൽ പിമ്പിൾസ് വരുന്നവരുണ്ട്. പക്ഷെ ഇതിൽ ഫേസ് ഓയിൽ നമ്മൾ യൂസ് ചെയ്തുകൊണ്ട് ഇതിൽ വരുന്ന ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ്, ഇപ്പോ സീറ്റയില്, അതുപോലെ സ്റ്റിയറിക്, ഇതുപോലുള്ളതൊക്കെ നമ്മൾ ഇതിൽ ആഡ് ചെയ്യുന്നത് നിങ്ങൾക്ക് പിമ്പിൾസ് പോകാനുള്ള ഇൻഗ്രീഡിയൻസ് ആണ്. സോ ഒരിക്കലും പിന്നെ നിങ്ങളുടെ ഫേസ് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ചിലർക്ക് പിമ്പിൾസ് വരുന്ന ഫേസുകാരന് നമ്മുടെ ഫേസ് ഓയിൽ വാങ്ങി അപ്ലൈ ചെയ്തിട്ട് പ്ലസ് ബ്രൈറ്റനിങ് സോപ്പും കൂടെ യൂസ് ചെയ്യുമ്പോൾ അവർക്ക് പിമ്പിൾസ് വരാതിരിക്കുകയാണ് ചെയ്യുന്നത്. ചിലർക്ക് ഡ്രൈ സ്കിൻ ആണ്, ഓയിലി സ്കിൻ ഒന്നും ആയിരിക്കില്ല. ചിലർക്ക് ഓയിൽ തട്ടുമ്പോൾ തന്നെ പിമ്പിൾസ് വരുന്ന ഫേസ് ഉണ്ടാവും. അത് നിങ്ങളുടെ സ്കിൻ അനുസരിച്ചിരിക്കും. പ്രോഡക്റ്റുമായിട്ട് അതിന് യാതൊരു ബന്ധമില്ല. ഇനി മാർവാസിന്റെ നല്ല ഏത് കോസ്മെറ്റിക്സ് ആയാലും നിങ്ങൾ യൂസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ സ്കിന്നിന് പെർട്ടിക്കുലർ ഇൻഗ്രീഡിയന്റ് നിങ്ങൾക്ക് സെറ്റ് ആവുന്നില്ലെങ്കിൽ നിങ്ങൾക്ക്
റിസൾട്ട് ചിലപ്പോൾ ഓപ്പോസിറ്റിൽ വരും. ഓക്കെ, പിന്നെ ഇതിന്റെ വില ഇത് എത്ര ഗ്രാമാണ്? ഇത് നമുക്ക് 50 ഗ്രാമാണ് ഈ ബോട്ടിൽ വരുന്നത്. ഇപ്പൊ സാധാരണ വൈറ്റനിങ് ക്രീം ഒക്കെ 30 ഗ്രാമിലാണ് വരിക. പിന്നെ ഉണ്ട് നമ്മൾ ഫെയർ ആൻഡ് ലവ്ലി അങ്ങനെയൊക്കെ വരുന്നത് നിങ്ങൾക്ക് 300, 500, 600 റേഞ്ചിൽ വരും. അത് നിങ്ങൾക്ക് നല്ല ബ്രൈറ്റ്നപ്പ് തരുന്ന ചിലപ്പോൾ ആ ഒരു ഇൻസ്റ്റന്റ് ആയിട്ട് തരുന്ന പ്രോഡക്റ്റുകളായിരിക്കാം. ഇത് നമുക്ക് അങ്ങനെയല്ല. പിന്നെ എന്നോട് കുറെ പേര് ചോദിക്കുന്നുണ്ട് ഇത് തേച്ച് ഞാൻ നിർത്തി കഴിഞ്ഞാൽ പഴയ പോലെ ആവുമെന്ന്. ഇപ്പോൾ വയറിന് വിശക്കുമ്പോൾ ഫുഡ് കഴിക്കുന്ന പോലെ നിങ്ങൾ ഫേസിൽ ഇത് അപ്ലൈ ചെയ്ത് നിങ്ങൾക്ക് നല്ലൊരു രീതിയിലുള്ള കളറും കാര്യങ്ങളും കിട്ടിക്കഴിഞ്ഞതിന് ശേഷം നിങ്ങളിത് സ്റ്റോപ്പ് ചെയ്യാണെന്ന് വെക്കുക. നിങ്ങൾ ഡെയിലി വെയിലത്ത് പോവാണ്, വെയിലത്ത് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ടാൻ അടിക്കും. ആ ടൈമിൽ നിങ്ങൾ സൺസ്ക്രീൻ യൂസ് ചെയ്യണം. സ്കിൻ കെയർ എന്ന് പറയുന്നത് നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യേണ്ട ഒരു കാര്യം കാര്യമല്ല എന്നുള്ളത് ആദ്യം മനസ്സിലാക്കണം. അപ്പൊ ചോദിക്കും അപ്പൊ ഞങ്ങൾ എല്ലാ കാലം ഇത്രയും വില കൊടുത്തത് വാങ്ങിക്കണം എന്ന് ചോദിക്കുമ്പോൾ ഫസ്റ്റ് ബോട്ടിൽ നിങ്ങൾ കണ്ടിന്യൂ ആയി യൂസ് ചെയ്തതിനു ശേഷം പിന്നെ വല്ലപ്പോഴുമായിട്ട് ഒരു പാക്ക് യൂസ് ചെയ്യുന്ന പോലെയൊക്കെ ആയിട്ട് നിങ്ങൾ ക്രീം യൂസ് ചെയ്യുകയാണെങ്കിൽ ക്രീം നല്ല ഓയിലായാലും സിറം ആയാലും ചെയ്യുമ്പോൾ ഇപ്പൊ ഹെയർ ഓയിൽ നിങ്ങൾ ഡെയിലി യൂസ് ചെയ്യണ്ടേ, അത് സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഹെയറിന് ഓയിൽ സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഹെയർ ഫാൾ വരും. അതുപോലെ തന്നെയാണ് സ്കിൻ കെയറും എന്നുള്ളത്. അത് ഞാൻ പ്രത്യേകം വേറൊരു വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാം. സോ ഇത് യൂസ് ചെയ്യേണ്ട രീതി, ഇൻഗ്രീഡിയൻസ്, പിന്നെ 10 വയസ്സ് മുതലുള്ള കുഞ്ഞുങ്ങൾക്ക് യൂസ് ചെയ്യാനാണ് ഞാൻ പ്രിഫർ ചെയ്യുന്നത്. അതിന് താഴെയുള്ള കുട്ടികൾക്ക് നമ്മളുടെ ഫേസ് ബ്രൈറ്റനിങ് ഓയിലും ബ്രൈറ്റനിങ് സോപ്പും തന്നെ ധാരാളമാണ്. അതിന് താഴെയുള്ള കുട്ടികൾക്ക് തന്നെ ഇപ്പോഴേ നമ്മളിപ്പോൾ ഒരു TV കാണിച്ചു കൊടുത്തുകാണ്ട് കാർട്ടൂൺ കാണിച്ചു കൊടുത്ത് ശീലാക്കേണ്ട എന്ന് പറയുന്നത് ഇപ്പോഴേ നമ്മൾ ക്രീമും കാര്യങ്ങളും അപ്ലൈ ചെയ്തുകൊണ്ട് അവരുടെ അത്രയും സെൻസിറ്റീവ് ആയിട്ടുള്ള സ്കിന്നാണ്. ഇതിന്റെ ആവശ്യം അവർക്ക് വരുന്നില്ല. അവർക്ക് ആ ഓയിൽ തന്നെ ഫേസ് ബ്രൈറ്റനിങ് ഓയിൽ തന്നെ ധാരാളമാണ്. അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ ഡൗട്ട്സും ഞാൻ ഇതിൽ ക്ലിയർ ചെയ്തിട്ടുണ്ട്. ക്രീം ശരിക്ക് കാണുന്നുണ്ട്. ഇതാണ് കേട്ടോ നമ്മളുടെ ക്രീം വരുന്നത്. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഉള്ളിലൊരു ഇത് വരുന്നുണ്ട്. ഇതാണ് ടെക്സ്ചർ വരുന്നത്. ഓക്കെ, നിങ്ങൾക്ക് സ്മെല്ല് തന്നെ അറിയാൻ പറ്റും. ഒരു തരം സാഫ്രോണിന്റെ കുങ്കുമത്തിന്റെ സ്മെല്ലാണ് വരുന്നത്. ഓക്കെ, അത്രേ ഉള്ളൂ. അപ്പോൾ ഒരുവിധം എല്ലാ ഡൗട്ട്സും ക്ലിയർ ചെയ്തിട്ടുണ്ട് വിശ്വസിക്കുകയാണെങ്കിൽ. ഇപ്പൊ ഞാൻ ഇത്ര കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിലും വീണ്ടും ഡൗട്ട് ഒരുപാട് പേർക്ക് ഉണ്ടാകും. സോ പിന്നെ ക്രീം എടുക്കുന്നവർക്ക് കൊറിയർ ചാർജ് ഉണ്ടായിരിക്കില്ല. നിങ്ങൾ ഇനി ക്രീമിന്റെ കൂടെ വേറെ സാധനം പർച്ചേസ് ചെയ്യാമെന്നുണ്ടെങ്കിലും കൊറിയർ ചാർജ് ഉണ്ടായിരിക്കില്ല. സോ സ്റ്റേ ഹെൽത്തി, ബി ഹാപ്പി. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ എപ്പോഴും പറയുന്ന പോലെ വെള്ളം കുടിക്കുക, ആരോഗ്യത്തോടെ ഇരിക്കുക, സന്തോഷത്തോടെ ഇരിക്കുക. സോ ടാറ്റ, ബൈ ബൈ, അസ്സലാമു അലൈക്കും.